നമസ്കാരം. കേരള തീരത്തോട് ചേർന്നുള്ള ആഴക്കടലിൽ മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട സ്ഥിതിയിലാണ് മത്സ്യത്തൊഴിലാളികളും സംസ്ഥാനവും. ഖനനം നടത്തുന്നത് സംസ്ഥാനത്തിന്റെ നിയന്ത്രണാധികാരത്തിന് വെളിയിലുള്ള സ്ഥലത്താണ്. ഖനനം പൂർണ്ണമായും സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുത്താണ് കേന്ദ്ര സർക്കാർ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. ഈ നീക്കത്തിലൂടെ കേരള തീരത്തിന് വെളിയിൽ ഒരു പ്രത്യേക അധികാര മേഖല സ്വകാര്യ കമ്പനിയുടെ കൈവശം വരികയാണ് എന്നതാണ് ആശങ്ക. സഹസ്ര കോടികളുടെ നിക്ഷേപം വേണ്ട ഈ പദ്ധതി ഏറ്റെടുക്കാൻ വരുന്നത് വൻകിട കോർപ്പറേറ്റുകളാകും. അവർ നിയന്ത്രിക്കുന്ന പ്രത്യേക മേഖലയിലൂടെ യാത്ര പോലും മുടങ്ങും എന്ന ഭീതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇപ്പോൾ ലേലം പ്രഖ്യാപിച്ചിരിക്കുന്ന കൊല്ലം മേഖലയിലെ 3 ബ്ലോക്കുകളിലായി മാത്രം 30,000 ടൺ മണൽ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. ഇത് ഖനനം ചെയ്യാൻ ആരംഭിക്കുന്നതോടെ പ്രദേശത്തെ മത്സ്യസമ്പത്തിനെ ബാധിക്കുമെന്നതാണ് ഒന്നാമത്തെ പേടി. മത്സ്യത്തൊഴിലാളികൾക്ക് മേഖലയിലൂടെയുള്ള യാത്ര പോലും തടസ്സപ്പെടുമെന്നത് രണ്ടാമത്തെ പ്രശ്നം. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കേന്ദ്രം നടത്തുന്ന കടൽ മണൽ ഖനനം കേരളം അറിയേണ്ടേ? കൊല്ലം തീരത്ത് നിന്ന് മണൽ ഖനനം നടത്താൻ ഉത്തരവിടുമ്പോൾ അത് സംസ്ഥാനം കൂടി അറിയേണ്ടതാണ്. അത് മര്യാദയുടെ പുറത്ത് മാത്രമല്ല, ഭരണഘടനാപരമായ ബാധ്യത കൂടിയാണ്. എന്തുകൊണ്ടെന്നാൽ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ അനുബന്ധം 246 അനുസരിച്ച് മീൻപിടുത്തം സംസ്ഥാന വിഷയമാണ്. കായലുകളിലെയും അഴിമുഖത്തെയും മാത്രമല്ല, 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള കടലിലെയും മത്സ്യബന്ധനം ഒരു സംസ്ഥാന വിഷയമാണ്. ഈ മേഖലയിൽ മണൽ കോരാൻ തുടങ്ങിയാൽ പിന്നെ മീൻ മാത്രമല്ല, ഞണ്ടും ആമയും പോലുള്ള മറ്റു ജീവികളും ഇല്ലാതാകും. തീരക്കടലിന്റെ ആവാസ വ്യവസ്ഥ തകരും. അത് ഉൾനാടൻ ജലാശയങ്ങളിലെയും ബാധിക്കും. കടലിൽ ഉണ്ടാകുന്ന മാറ്റം കായലിലെ മീൻപിടുത്തവും അവതാളത്തിലാക്കും. ശരിക്കും സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലാണ് ഇപ്പോഴത്തെ മണൽ വാരൽ നടക്കാൻ പോകുന്നത്. കേന്ദ്രം ന്യായീകരിക്കുന്നത് 2002 ഓഫ് ഷോർ മിനറൽ ആക്ട് ആണ്. അതനുസരിച്ച് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, പ്രത്യേക സാമ്പത്തിക മേഖല, അതർ മാരിടൈം സോൺ എന്നിങ്ങനെയാണ് ഓഫ് ഷോറിനെ വിഭജിച്ചിരിക്കുന്നത്. ആ ചട്ടം അനുസരിച്ച് ഓഫ് ഷോർ ഖനനം കേന്ദ്ര സർക്കാർ വിഷയമാണ്. യഥാർത്ഥത്തിൽ ഖനനം കേന്ദ്ര സർക്കാർ വിഷയവും മീൻപിടുത്തം സംസ്ഥാന വിഷയവുമായ മേഖല. അവിടെ ഖനനം നടത്താൻ നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ചുള്ള അനുമതിയാണ് കേന്ദ്രം വിനിയോഗിച്ചിരിക്കുന്നത്. അത് സംസ്ഥാന വിഷയമായ മീൻപിടുത്തത്തെ ബാധിക്കുമ്പോൾ കൂടിയാലോചനകൾ അനിവാര്യമായിരുന്നു. സംസ്ഥാനം ആശങ്കകൾ അറിയിച്ചെങ്കിലും വേണ്ട വിധത്തിൽ പ്രതികരണം ഉണ്ടായില്ല എന്നാണ് നിയമസഭയിലെ പ്രതികരണങ്ങളിൽ കാണുന്നത്. പ്രദേശത്തെ വിവിധ ബ്ലോക്കുകളായി തിരിച്ച് അതിൽ 3 ബ്ലോക്കുകളിലാണ് ഇപ്പോൾ ഖനനം ആരംഭിക്കുന്നത്. 30,000 ടൺ മണൽ എടുക്കാനാണ് അനുമതി. നിരവധി കപ്പലുകളും ഡ്രഡ്ജിംഗ് ഉപകരണങ്ങളും അസംഖ്യം ബോട്ടുകളും ടഗുകളുമെല്ലാം മേഖലയിൽ എത്തും. മീൻ പിടിക്കാനുള്ള യാത്ര പോലും തടസ്സപ്പെട്ട അനുഭവങ്ങൾ മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും തീരങ്ങളിലുണ്ട്. ഇത് കേവല പരിസ്ഥിതിവാദത്തിന്റെ പ്രശ്നമല്ല, ജീവനോപാധി നഷ്ടമാകുമെന്ന ആശങ്കയാണ്. കൊല്ലം തീരത്ത് മീൻ കുറഞ്ഞാൽ അത് പല തരത്തിലാണ് സാധാരണക്കാരെ ബാധിക്കുക. മീൻപിടുത്തവും അനുബന്ധ തൊഴിലും ചെയ്യുന്നവർ കഷ്ടത്തിലാകും എന്നത് ഒന്നാമത്തെ പ്രശ്നം. സാധാരണക്കാർക്ക് വില കുറഞ്ഞ മാംസ്യ സ്രോതസ്സാണ് മീൻ. അത് കിട്ടാതെ വരുന്നതോടെ പൊതുജനത്തിന്റെ ആരോഗ്യത്തെയും ബാധിക്കും. നിയമസഭയിൽ മത്സ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി സജി ചെറിയാൻ തന്നെ പറഞ്ഞ മറ്റൊരാശങ്കയുണ്ട്. കടലിന്റെ അടിത്തട്ടിലുള്ള വിഷവാതകങ്ങൾ സ്വതന്ത്രമാകുമെന്ന ഭീഷണിയും ശാസ്ത്രജ്ഞർ ഉയർത്തുന്നുണ്ട് എന്നതാണ്. മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവശേഷിക്കുന്ന മത്സ്യസമ്പത്ത് ഈ വിഷവാതക നിർഗമനത്തോടെ ഇല്ലാതാകും. ഖനനം നടക്കുമ്പോൾ കടൽ കലങ്ങും എന്നത് മറ്റൊരു വിഷയം. അടിത്തട്ടിലേക്കുള്ള സൂര്യപ്രകാശത്തിന്റെ യാത്രയെ ഇത് ബാധിക്കും എന്ന വിദഗ്ധരുടെ അഭിപ്രായവും സഭയെ മന്ത്രി അറിയിച്ചു. അടിത്തട്ടിലേക്ക് സൂര്യപ്രകാശം എത്താതാകുന്നതോടെ സൂക്ഷ്മ ജീവജാലങ്ങൾ നശിക്കുമെന്ന പ്രശ്നവും ഇത് ഉയർത്തുന്നു. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം അനുസരിച്ച് ഖനന മേഖലയിൽ അഴിമുഖങ്ങളും കായലുകളും കൂടി ഉൾപ്പെടും. ഖനനം കേന്ദ്ര അധികാര പരിധിയിൽ ആയതിനാൽ പ്രാദേശിക ജലാശയങ്ങളിൽ ഖനനം നടത്താം. ഇതുകൂടി ഉൾപ്പെടുത്തിയാണ് താൽപര്യപത്രം ക്ഷണിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം അടുത്ത് മുതലപ്പുഴി ഇപ്പോൾ എത്രമാത്രം അപകടകരമാണെന്ന് എല്ലാവർക്കും അറിയാം. മീൻ പിടിക്കാൻ പോകുന്ന ഏതെങ്കിലും ബോട്ട് അവിടെ അപകടത്തിൽപ്പെടാത്ത ദിവസങ്ങളില്ല. നിലവിൽ 48 മീറ്റർ മുതൽ 60 മീറ്റർ വരെ ആഴമുള്ളതാണ് ഖനനം നടത്താൻ പോകുന്ന കൊല്ലത്തെ മേഖല.
ഇതോടെ അഴിമുഖത്തിന് പിന്നെയും ആഴം വയ്ക്കും. ചിലപ്പോൾ ഇരട്ടി വരെ ആഴത്തിൽ നിന്ന് മണലെടുക്കും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വരുന്ന ശക്തിയിലാകില്ല തിരകൾ തീരത്തേക്ക് വരുന്നത്. മുതലപ്പുഴയിൽ വരുന്നത് പോലെയോ അതിലും ശക്തിയിലോ തിരകൾ ആഞ്ഞടിക്കാം. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചനാതീതമായിരിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. നിർമ്മാണ മേഖലയെ വലിയ തോതിൽ സഹായിക്കുന്നതാണ് മണൽ ഖനനം എന്ന വാദം ശരിയാണ്. ഇനി നിർമ്മാണം നടക്കണമെങ്കിൽ ഇത്തരം സാധ്യതകൾ തേടുകയും വേണം. ഇത് വസ്തുതയായിരിക്കുമ്പോൾ തന്നെ ലക്ഷങ്ങളുടെ ഉപജീവന മാർഗവും പ്രധാനമാണ്. കരിമണൽ ഖനനം ആലപ്പാട്ട് ഉണ്ടാക്കിയ അപകടം കൺമുന്നിലുണ്ട്. അത് കരിമണൽ തിരിച്ചെടുത്ത ശേഷം മണൽ നിക്ഷേപിക്കുന്നുണ്ട് എന്നതിനാൽ താരതമ്യേന ദോഷം കുറഞ്ഞ നീക്കമാണ്. എന്നിട്ടും ആലപ്പാട്ടും പരിസരത്തും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ കാണാവുന്നതേയുള്ളൂ. കടൽ നിരപ്പ് ഉയരുന്നതിന്റെ ദൂഷ്യം അനുഭവിക്കുന്ന മൺട്രോ തുരുത്ത് കൊല്ലത്താണ്. മീൻ പിടിക്കാൻ പോകുന്നവർക്ക് വിഭവമില്ലാതാകുന്നു എന്നത് വലിയ വിഷയം. അതോടൊപ്പം തീരത്തിന്റെ സ്വഭാവം മാറുമെന്ന ആശങ്ക. ഇത് പരിഹരിച്ചു മാത്രമേ ഖനനം നടത്താവൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.